ഹായ് ഹലോ മക്കളെ. അപ്പൊ ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ ഇനി അധികം ദിവസങ്ങളില്ല അല്ലെ. അപ്പൊ എല്ലാവരും അഡ്മിറ്റ് കാർഡ് വന്ന വിവരം അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ ഹാളിലേക്ക് പോകാനായിട്ട് നമുക്ക് ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്, ഏതൊക്കെ ID പ്രൂഫ്സ് വാലിഡ് ആണ്, എത്ര ഫോട്ടോ കൊണ്ടുപോകണം, നമുക്ക് ബോട്ടിൽ കയറ്റാൻ പറ്റുമോ, പേന കൊണ്ടുപോകാൻ പറ്റുമോ തുടങ്ങി ഒരുപാട് സംശയങ്ങൾ പ്രത്യേകിച്ചും ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്നവരുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ ആ സംശയങ്ങളൊന്നും ഇനി വേണ്ട. ആ സംശയങ്ങളൊക്കെ തീർത്തു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെ ഡോക്യുമെന്റ്സ് കൊണ്ട് വേണം നമ്മൾ നമ്മുടെ എക്സാമിനേഷൻ ഹാളിലേക്ക് കയറി ചെല്ലാനായിട്ട്. അപ്പോൾ ആദ്യമേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, RRB എക്സാമിനേഷന് ആധാർ വെരിഫിക്കേഷൻ മാൻഡേറ്ററി ആണ്. അപ്പൊ നിങ്ങൾ വേറെ ഏതൊക്കെ ID പ്രൂഫ് കൊണ്ടുപോയിട്ടും കാര്യമില്ല, നമ്മൾ ആധാർ എന്തായാലും മസ്റ്റ് ആയിട്ട് കൊണ്ടുപോയിരിക്കണോടാ. അത് വളരെ മസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ആധാർ കാർഡ് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കയ്യിൽ കരുതിയിരിക്കണം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധാർ അൺലോക്ക് ആണോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അത് ആധാർ എന്ന് പറയുന്ന ഒരു നമ്മുടെ മൊബൈൽ ആപ്പിൽ കയറിയിട്ട് വേണം ചെക്ക് ചെയ്യാനായിട്ട്. ഇതെങ്ങനെ ചെക്ക് ചെയ്യാം, ഇനി ലോക്ക് ആണെങ്കിൽ എങ്ങനെ അൺലോക്ക് ചെയ്യാന്ന ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അതൊന്ന് കയറി കണ്ടു നോക്കിയാൽ മതി, അങ്ങനെ സംശയമുള്ളവരൊക്കെ. അപ്പൊ എന്തായാലും നിങ്ങളുടെ ആധാർ ലോക്ക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം അവിടെ പോകാനായിട്ട്. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എത്ര എണ്ണം വേണോ എന്നുള്ളത്, എടാ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ മതി നമുക്ക്. ഓക്കെ, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിർബന്ധമാണ്. അപ്പൊ എന്തായാലും ആധാറും 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ എല്ലാവരും കയ്യിൽ കരുതിയേക്കാം. പിന്നെ വരുന്ന ഒന്നാണ് അഡ്മിറ്റ് കാർഡ്. അത് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾ എല്ലാവരും അഡ്മിറ്റ് കാർഡും കൊണ്ടേ പോവുള്ളൂ. ഇവിടെയും ചിലർക്ക് സംശയമുണ്ട്, കളർ വേണോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല അഡ്മിറ്റ് കാർഡ്. ഓക്കെ, കളർ വേണോ നിർബന്ധമൊന്നുമില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് അഡ്മിറ്റ് കാർഡ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഉള്ള ഒരു സംശയമാണ് പേനയുടെ കേസ്. ഇപ്പോ നമ്മൾ ഏത് ലാബിൽ അല്ലെങ്കിൽ സെന്ററിൽ നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞാലും അവിടുന്ന് തരുന്ന പേന മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ SSC എക്സാമുകൾക്കൊക്കെ എഴുതി പോയി കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും. അതേ സംഭവം തന്നെയാണ് RRBക്ക്. നമ്മൾ എന്ത് മനസ്സിലാക്കിയിരിക്കുക, നമുക്കും അവിടെ നിന്ന് ഒരു പേന തരും, അടിപൊളി പേനയൊക്കെ ആയിരിക്കും. ഇനി സപ്പോസ് പേനയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ തന്നെ അവരത് മാറ്റി വേറെ പേന തരും. നമ്മൾ പറഞ്ഞാൽ മതി, സാർ ഇതിന് ഈ പേനയ്ക്ക് ഇങ്ങനെ ഇഷ്യൂ ഉണ്ടെന്ന്. അപ്പൊ അതൊന്നും ഓർത്ത് ആരും പേടിക്കണ്ട, എന്റെ തന്നെ പേന കൊണ്ട് എഴുതിയാലേ സ്പീഡ് കിട്ടുള്ളൂ അങ്ങനെയൊന്നും വിചാരിക്കൊന്നും വേണ്ട. കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അങ്ങനെ സ്പീഡിനൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും പറ്റുമൊന്നുമില്ല. നോർമലി അങ്ങ് സോൾവ് ചെയ്ത് പോയാൽ മതി, നല്ലൊരു പേന തന്നെ അവിടെ നിന്ന് കിട്ടും. പിന്നുള്ള കാര്യമാണ് വാട്ടർ ബോട്ടിൽ. മക്കളെ വാട്ടർ ബോട്ടിലും അലൗഡ് അല്ല. അപ്പൊ പേനയും വാട്ടർ ബോട്ടിലും ഒന്നും നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. വാട്ടർ ബോട്ടിൽ ചില എക്സാമുകൾക്കൊക്കെ പറയാറുണ്ട് നമുക്ക് സ്റ്റിക്കർ ഇല്ലാത്ത വാട്ടർ ബോട്ടിലെ കൊണ്ടുപോകാന്നൊക്കെ PSC പരീക്ഷകൾക്കൊക്കെ പറയാറുണ്ട്. അതൊന്നും ഇവിടെ പറ്റത്തില്ല. വാട്ടർ ബോട്ടിൽ എന്ന് പറയുന്ന സാധനം അലൗഡ് അല്ലടാ. വാട്ടർ ബോട്ടിൽ അലൗഡേ അല്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി അത്യാവശ്യം അങ്ങനെ വെള്ളം കുടിക്കണമെന്നാണെങ്കിൽ നമ്മുടെ എക്സാമിനേഷന്റെ ആ ഒരു ലാബിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേണമെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കൊണ്ടുപോയി തരുമായിരിക്കും. അപ്പൊ അതൊന്നും ഓർത്ത് ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, പിന്നെ നമുക്ക് എക്സാമിനേഷൻ ഇടയ്ക്ക് അങ്ങനെ ഒരുപാട് വെള്ളം കുടിക്കാനുള്ള സമയമൊന്നും കിട്ടാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. നമുക്കറിയാലോ, ടൈം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം കുടിക്കാനുള്ള സമയങ്ങളൊന്നും കാര്യമായിട്ട് കിട്ടില്ല. അത് പേടിക്കേണ്ട. അപ്പോൾ വെള്ളത്തിന്റെ കാര്യത്തിൽ അതോർത്ത് പേടിക്കേണ്ട. പക്ഷെ വാട്ടർ ബോട്ടിൽ അലൗഡ് അല്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ മറ്റ് ID പ്രൂഫുകൾ എടുക്കോ, ആധാറിന് പകരം ആധാർ തന്നെ പറ്റുള്ളൂ. നമുക്ക് ആധാർ വെരിഫിക്കേഷൻ മസ്റ്റ് ആണ്. സോ ആധാർ കാർഡ് എന്തായാലും നമ്മൾ കൊണ്ടുപോകണം. മറ്റ് ID പ്രൂഫുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബാക്കപ്പിന് വേണ്ടിയിട്ട് ചുമ്മാ നമ്മുടെ ബാഗിൽ ഒന്ന് എടുത്തിട്ടേക്കാം മറ്റൊരു ID പ്രൂഫും കൂടെ. ചുമ്മാ വെറുതെ ഒരു ID പ്രൂഫും കൂടി വെറുതെ ഒരു ബാക്കപ്പിന് എടുത്തിട്ട് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കിയിരിക്കുക, ആധാർ കാർഡ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അഡ്മിറ്റ് കാർഡ്, ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ എക്സാമിനേഷൻ ഹോളിൽ വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞ് എക്സാം എഴുതാൻ ഇരിക്കുക. അതുപോലെ തന്നെ തിരിച്ചറിഞ്ഞു പോരുക. എല്ലാം അടിപൊളി ആയിരിക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ ആധാർ ലോക്കാണോ ഇല്ലയോ എന്ന് മാത്രം ഒന്ന് ചെക്ക് ചെയ്തിരുന്നാൽ മതി. വേറെ ഒരു കാര്യം നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് പോകണ്ട. അപ്പൊ മക്കളെ, നിങ്ങൾക്ക് ഭയങ്കര ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു ഈ ഒരു സംഭവം പറഞ്ഞത്. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ യാതൊരുവിധ ടെൻഷനും ഇല്ലാതെ അടിപൊളിയായിട്ട് നമുക്ക് എക്സാം എഴുതിയിട്ട് പോവാം. അപ്പൊ ഈ ഒരു കാര്യം ഓർത്തിട്ട് ഇനി ഏതെങ്കിലും ഡോക്യുമെന്റ്സ് ഞാൻ സംഘടിപ്പിക്കണമെന്നൊന്നും ഓർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട. ഈ 3 കാര്യങ്ങളും എന്തായാലും എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ അതൊന്ന് പെട്ടെന്ന് സംഘടിപ്പിച്ച് വെച്ചേക്കാം. ഇപ്പൊ തന്നെ ചെക്ക് ലിസ്റ്റ് ചെയ്ത് വെച്ചോ. പറ്റുകയാണെങ്കിൽ ഇപ്പൊ തന്നെ എല്ലാം സെറ്റാക്കി ബാഗിലും ആക്കി വെച്ചോ. അതാകുമ്പോൾ അന്ന് രാവിലെ ദിവസം ഓടാൻ നിൽക്കേണ്ട, അത് എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയാൽ മതി. കൂടുതൽ ടെൻഷനും വേണ്ട, പ്രഷറിന്റെ ഒന്നും വേണ്ട. പിന്നെ എക്സാമിനേഷൻ ഹാള് എപ്പോഴും നല്ല പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പോവുക. ഇപ്പോൾ നമുക്ക് ഒരേ പേരിൽ തന്നെ ഒരേ ജില്ലയിൽ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രവർത്തിക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് TCSന്റെ സെന്ററൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ലെന്ന് വിചാരിക്കുക. പക്ഷെ ഏതെങ്കിലും കോളേജസിന്റെ ഒക്കെ ലാബൊക്കെ ആണെങ്കിൽ ഒരേ പേരിൽ തന്നെ ചിലപ്പോൾ കോളേജൊക്കെ ഒരു ജില്ലയിൽ കുറെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് പ്രോപ്പർ ആയിട്ട് ലൊക്കേഷൻ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പോവുക. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ട്രാവൽ ഒന്ന് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. ഡിസ്റ്റൻസ് ഉള്ളവർ എന്തായാലും കുറച്ച് നേരത്തെ മുന്നേ, റിപ്പോർട്ടിംഗ് ടൈമിനും നേരത്തെ മുന്നേ എത്താനുള്ള രീതിയിൽ വേണം കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനായിട്ട്. അവിടെ ചെറുതായിട്ട് ഫ്രഷ് ആവാനൊക്കെ ഉള്ള ഒരു ക്യാൻറ്റീൻ പോലെ സെറ്റപ്പ് ഒക്കെ ഉണ്ടാവും. പിന്നെ ബാഗും സാധനങ്ങളൊക്കെ വെക്കാനുള്ള ക്ലോക്ക് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊന്നും ഓർത്ത് ആരും ഇനി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സുഖമായിട്ട് പോയി എക്സാം എഴുതി വരാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഒരു ടെൻഷൻ വേണ്ട. ഒരു കാര്യത്തിലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഫുൾ കോൺഫിഡന്റ് ആയിട്ട് തന്നെ എക്സാം എഴുതാടാ. നമുക്ക് ഇത് എന്തായാലും ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും.
നല്ല പോസിറ്റീവ് മൈൻഡോട് കൂടി എക്സാം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അറിയാത്ത ചോദ്യങ്ങൾക്ക് വരെയും ആൻസർ ചെയ്യാൻ പറ്റും എന്നാണ് പറയാറുള്ളത്. കാരണം നമ്മുടെ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ഉൾമനസ്സിൽ കിടപ്പുണ്ടാവും ഉത്തരമെങ്കിൽ അത് പുറത്തേക്ക് വരും. അതല്ല വല്ലാതെ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ഈ ഉത്തരങ്ങളൊന്നും പുറത്തേക്ക് വരാനും പോകുന്നില്ല. അപ്പൊ മക്കളെ ടെൻഷന്റെയോ പ്രഷറിന്റെയോ ഒരു ആവശ്യവും ഇല്ല. ഈ 3 ഡോക്യുമെന്റ് ആയിട്ട് നേരെ അങ്ങ് എക്സാം എഴുതി പൊളിച്ചിട്ട് വാ. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബൈ ബൈ.